രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ്, അതായത് 20 കോടിയിലധികം ആളുകളാണ് ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യയിലുള്ളത്. 75 ജില്ലകൾ, 403 നിയമസഭാ മണ്ഡലങ്ങൾ, 80 ലോക്സഭാ മണ്ഡലങ്ങൾ, 31 രാജ്യസഭാ മണ്ഡലങ്ങൾ. അങ്ങനെ ഇത്തരം കാര്യങ്ങളിലെല്ലാം രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ് ഉത്തർപ്രദേശ്. ഇപ്പോൾ പ്രതിശീർഷ വരുമാനത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തെ GDP-യുമായി ബന്ധപ്പെട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം. 2,40,927 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള സംസ്ഥാനം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവയ്ക്ക് പിന്നിൽ 4-ാം സ്ഥാനത്താണ്. ഉത്തർപ്രദേശിന് പ്രകൃതിയാവുള്ളതും മനുഷ്യനിർമ്മിതവുമായ നിരവധി കാഴ്ചകളുണ്ട്. സ്മാരകങ്ങൾ, ശില്പങ്ങൾ, ഗുഹകൾ, ക്ഷേത്രങ്ങൾ, ചരിത്ര സ്ഥാനങ്ങൾ എന്നിങ്ങനെ പലതുമുണ്ട്. മഥുര ശ്രീകൃഷ്ണ ജന്മഭൂമി, അലഹബാദ്, ത്രിവേണി സംഗമം, വാരണാസി, ഝാൻസി, മീററ്റ്, ലക്നൗ, കോശംബി, കുശിനഗർ, ചിത്രകൂടം എന്നിങ്ങനെ നിരവധി മതപരവും അല്ലാത്തതുമായ ആകർഷണങ്ങൾ സംസ്ഥാനത്തെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയിട്ട് വർഷങ്ങളായി. നമുക്കറിയാം, പതിറ്റാണ്ടുകളായി ഇത് കാണാനായി നിരവധി സഞ്ചാരികളാണ് ഉത്തർപ്രദേശിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയൊരു സാമ്പത്തിക ശക്തിയായി ഉത്തർപ്രദേശ് ഉയരുകയാണ്. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ പ്രധാന ഭാഗവും കൃഷിയിൽ നിന്നാണ്. ഏറ്റവും പ്രധാന വിള കരിമ്പാണ്. ഇന്ത്യയിലെ പഞ്ചസാര ഉൽപ്പാദനത്തിൻ്റെ 70% ഉത്തർപ്രദേശാണ് നൽകുന്നത്. കൂടാതെ നെല്ല്, ഗോതമ്പ്, പഴങ്ങൾ, പരുത്തി എന്നിവയും പ്രധാനമായും UP-യിൽ കൃഷി ചെയ്യുന്നുണ്ട്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള പല വൻ വ്യവസായങ്ങൾ, ഉരുക്ക്, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രോണിക്സ്, ലെതർ കേബിളുകൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഓട്ടോമൊബൈൽ, റെയിൽവേ കോച്ചുകൾ, വാഗണുകൾ എന്നുവേണ്ട ഏതാണ്ട് എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും ഉത്തർപ്രദേശിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. കൂടാതെ IT നഗരങ്ങളായ നോയിഡയും ലക്നൌവും സോഫ്റ്റ്വെയർ കയറ്റുമതിയിലൂടെ ഉത്തർപ്രദേശിന് വലിയ വിദേശ നാണ്യം നൽകിക്കൊടുക്കുന്നു. ഞാനീ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. ഉത്തർപ്രദേശിന് പ്രകൃതിയായുള്ള വിഭവങ്ങളുണ്ട്, ആത്മീയ കേന്ദ്രങ്ങളുണ്ട്, നിക്ഷേപരെ ആകർഷിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ദൃഢനിശ്ചയമുള്ള ഒരു ഭരണാധികാരിയുടെ കുറവുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ടേമുകളായി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. അതായത് 2023 ഫെബ്രുവരി 10 മുതൽ 12 വരെ നടന്ന ഒരു ആഗോള നിക്ഷേപക സംഗമം. അതിൽ 10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപക ലക്ഷ്യത്തോടെ ഉത്തർപ്രദേശ് സർക്കാർ നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ലക്നൌവിൽ നടന്ന ഈ പരിപാടിയിൽ UAE, ഫ്രാൻസ്, സിംഗപ്പൂർ, UK, കാനഡ, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായികളും നിരവധി നിക്ഷേപകരും അങ്ങോട്ടേക്ക് എത്തി. അത് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് വ്യവസായ നിക്ഷേപ പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം കോടികൾ മുടക്കി നടത്തിയതിന് ശേഷം അതെങ്ങോട്ട് പോയി എന്ന്, അതിൻ്റെ വിവരങ്ങൾ എന്ത് എന്നുള്ളത് പങ്കുവെക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ സങ്കടപ്പെടുന്നതും വിഷമിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിൽ അങ്ങനെയല്ല. ഈ 10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഉദ്ദേശിച്ചുവെങ്കിൽ അതിൻ്റെ 80% നിക്ഷേപങ്ങൾ ഉത്തർപ്രദേശിലേക്ക് വന്നു എന്നാണ് പുതിയ കണക്ക്. 2047 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നത്തിനൊപ്പം ഇപ്പോൾ ഉത്തർപ്രദേശും മുന്നേറുകയാണ്. 2047 ഇന്ത്യയുടെ $30 ട്രില്യൺ സമ്പദ് ശക്തിയാക്കുമെന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഉത്തർപ്രദേശ് 6 ട്രില്യണിലേക്കുള്ള മുന്നേറ്റത്തിലാണ് എന്നാണ് ഇപ്പോൾ അവരുടെ പ്രഖ്യാപനം. അതായത് മോദിയുടെ സ്വപ്നത്തിൻ്റെ 1/5 പങ്കുവഹിക്കുക ഉത്തർപ്രദേശ് ആയിരിക്കുമെന്നും അവർ പ്രഖ്യാപിക്കുകയാണ്. ആളോഹരി വരുമാനം, അതായത് പെർ ക്യാപിറ്റ ഇൻകം, കഴിഞ്ഞ 8 വർഷത്തിനിടെ വളർന്നത് ഇരട്ടിയിലധികമാണ്. 2017 45,000-50,000 രൂപ നിരക്കിലായിരുന്നു പെർ ക്യാപിറ്റ വരുമാനമെങ്കിൽ 2025 അത് 1.2 ലക്ഷം രൂപയിലെത്തിയെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് അവനീഷ് അവസ്തി പ്രഖ്യാപിക്കുകയാണ്. അതായത് അത്തരത്തിൽ വലിയൊരു വളർച്ചയിലേക്ക് ഉത്തർപ്രദേശ് കുതിക്കുന്നു. ടൂറിസത്തിന് പുറമെ മറ്റ് തന്ത്രപ്രധാന മേഖലകളിലും ശക്തി തെളിയിക്കാനാണ് സംസ്ഥാനത്തിൻ്റെ പരിശ്രമം. അതായത് IT, മാനുഫാക്ചറിംഗ് മേഖലകളിൽ ഇതിനായി കൂടുതൽ ശ്രദ്ധയൂന്നുന്നുണ്ട്. ഐഫോൺ നിർമ്മാണ കമ്പനിയായ ഫോക്സ്ഫോണും IT കമ്പനിയായ HCL-ഉം ചേർന്നുള്ള സെമി കണ്ടക്ടർ ഫാക്ടറിക്ക് ക്യാബിനറ്റ് ഇതിനകം അനുമതി നൽകിക്കഴിഞ്ഞു. ഉത്തർപ്രദേശിൻ്റെ ബജറ്റ് 8 ലക്ഷം കോടി രൂപയുടേതാണെന്നും ഇത് രാജ്യത്തെ ഏറ്റവും വലുതാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഏതാണ്ട് 60,000 കോടി രൂപയുടെ മിച്ച ബജറ്റ് തങ്ങൾക്കുണ്ട് എന്ന അവകാശവാദവും ഉത്തർപ്രദേശ് സർക്കാരിനുണ്ട്. വലിയ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ ഉത്തർപ്രദേശിനെ തേടി വരുന്നു. അതിലേതാണ്ട് പ്രധാനം അയോധ്യയുടെ കരുത്താണ്. അയോധ്യ ക്ഷേത്രം ഉത്തർപ്രദേശിൻ്റെ ടൂറിസം രംഗത്ത് മാത്രമല്ല,
അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ, വ്യവസായത്തിൽ, വാണിജ്യത്തിലൊക്കെ കൊണ്ടുവന്ന വ്യത്യാസം അത്ഭുതാവഹമായാണ്. ഉത്തർപ്രദേശിൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തിൽ അയോധ്യ വലിയ കരുത്താകും. 100 കോടി വിനോദസഞ്ചാരികളെയാണ് ഉത്തർപ്രദേശ് അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കണം. അതായത് 2029 $1 ട്രില്യൺ അഥവാ 89 ലക്ഷം കോടിയുടെ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥയെ ഉത്തർപ്രദേശിനെ മാറ്റാനൊരുങ്ങുന്ന യോഗി സർക്കാർ അതിൽ പ്രധാന പങ്കുവഹിക്കുക അയോധ്യ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിൽ സംസ്ഥാനത്ത് GDP-യിൽ 1.5% അയോധ്യയുടെ സംഭാവന. വരും വർഷങ്ങളിൽ ഇത് കുത്തനെ കൂടുമെന്നും അത് 10% എത്തിക്കുമെന്നും യോഗി പ്രഖ്യാപിക്കുന്നു. വലിയ നിക്ഷേപം അയോധ്യയിലേക്ക് വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതായത് അയോധ്യ UP-യുടെ സാമ്പത്തിക സ്ഥിതിയുടെ തലയവര മാറ്റിയെഴുതുകയാണ്. മാസ്റ്റർ പ്ലാനിലൂടെ അയോധ്യയുടെ വികസനത്തിന് 2031-നകം 85,000 കോടി രൂപ ചെലവിടാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2,150 ചെലവായി. ഇതിൻ്റെ 18% നികുതി സംസ്ഥാന സർക്കാർ ലഭിക്കുകയും ചെയ്തു. റിയൽ എസ്റ്റേറ്റിലും വൻ കുതിച്ചുചാട്ടം അയോധ്യ സ്വന്തമാക്കുന്നു. ടൂറിസത്തിലും GDP-യിലും UP-യുടെ തുറുപ്പ് ചീട്ടാവുകയാണ് അയോധ്യ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ വാർത്തകളിലൊക്കെ വന്നതുപോലെ താജ്മഹലിനെയും വാരണാസിയെയും അയോധ്യ പിന്തള്ളിക്കഴിഞ്ഞു തീർത്ഥാടകരുടെ വരവിൽ. 2023-ൽ 5.75 കോടി പേരാണ് വന്നതെങ്കിൽ ഇപ്പോൾ ഈ 2025 ആയപ്പോഴേക്കും ഈ അയോധ്യ ക്ഷേത്രം തുറന്നതിന് ശേഷം ഏതാണ്ട് 60 കോടി തീർത്ഥാടകർ അങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് മഹാകുംഭമേള നടത്തി ലോകശ്രദ്ധ ആകർഷിച്ച UP ആ കുംഭമേളയിലൂടെയും വലിയ നേട്ടം സ്വന്തമാക്കി എന്നുള്ളതാണ്. നിലവിൽ 10,000 കോടി രൂപയുടെ വരുമാനം ടൂറിസത്തിലൂടെ മാത്രം അയോധ്യ നേടുന്നുണ്ട്. 2028 കൂടി അത് ഏതാണ്ട് 20,000 കോടി രൂപയാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതായത് 2030 കൂടി ഉത്തർപ്രദേശിലെ മൊത്തം ടൂറിസം വരുമാനം 70,000 കോടി രൂപ കടക്കും എന്നും പ്രതീക്ഷിക്കുന്നു. അതിൽ വലിയ സംഭാവന അയോധ്യയുടെ ഭാഗമായി ആയിരിക്കും. അതിലും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അയോധ്യ ഒരു സോളാർ നഗരമായി വികസിക്കുന്നു എന്നുള്ളതാണ്. 2028 കൂടി പൂർണ്ണമായും അതായത് അയോധ്യയിലെ ഹോട്ടലുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വീടുകൾ എല്ലാം പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രാദേശിക വ്യാപാരികൾക്കും വലിയ നേട്ടമുണ്ടാക്കുന്നു അയോധ്യ. വലിയ കരകൗശല വസ്തുക്കളുടെ വിൽപ്പന നടക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു വികസനം അയോധ്യയുമായി ബന്ധപ്പെട്ട് UP-യിൽ നടക്കുന്നു. പക്ഷേ അയോധ്യ മാത്രമല്ല കേട്ടോ, അങ്ങനെ എല്ലാ തരത്തിലും UP-യുടെ ഒരു വലിയ വികസനം സംഭവിക്കുന്നു. അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. മോദിയുടെ സ്വപ്നങ്ങളിലേക്ക് യോഗി കൂടി ചേരുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സ്ഥിതിവിവര കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്.